വിമർശനങ്ങൾക്ക് പിന്നിലും ഇരുകൂട്ടർക്കും സാമുദായിക ഐക്യമുണ്ട്. സതീഷിനെ കടന്നാക്രമിച്ച സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പിണറായിയെ പ്രശംസിക്കുകയാണ്. ക്രിസ്തീയ കേന്ദ്രമന്ത്രിമാർ എന്ത് ചെയ്തുവെന്ന് വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയെ അടക്കം പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയാണ് ജി സുകുമാരൻ നായർ. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളത്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. BJP നസ്രാണിയെ കൂട്ടിയിട്ടില്ല. 3 ക്രിസ്ത്യാനികളെ മന്ത്രിയാക്കിയവർ. എന്ത് റിസൾട്ട് കിട്ടി? BDJS BJPക്കൊപ്പമാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ അപ്പാടെ കണ്ണടയ്ക്കുകയാണ് BJP. ഈഴവ വോട്ട് LDFിലേക്ക് അടുക്കണം. അതിനുള്ള പാലവും ചുക്കാൻ പിടിക്കുന്നതും വെള്ളാപ്പള്ളി തന്നെ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ കേന്ദ്രമന്ത്രിമാരെ തന്നെ പൊതുവേദിയിൽ വെച്ച് വിമർശിക്കുന്നതും. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ച് UDFിൽ എത്തിയാലും ഈഴവ വോട്ട് ബാങ്കാണ് വെള്ളാപ്പള്ളി പിണറായിക്ക് ഉറപ്പ് നൽകുന്നത്. സുകുമാരൻ നായരും പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് BJPയെ. ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർത്തുകയാണ് NSS ജനറൽ സെക്രട്ടറി. 10 വർഷം കഴിഞ്ഞില്ലേ, കേന്ദ്രം ഭരിച്ചിട്ട് എന്ത് ചെയ്തു? വിമാനത്താവളം, റെയിൽവേ എല്ലാം എവിടെ? അവരുടെയൊക്കെ വീട്ടിലേക്കാണ് ട്രെയിൻ ഓടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. അവിടെ എന്തെങ്കിലും ചെയ്യാൻ BJPക്ക് കഴിഞ്ഞോ എന്നും സുകുമാരൻ നായർ ചോദിക്കുന്നു. BJPക്കാർ NSS കേസിന് പോയി ഇവരെ ഓടിക്കളഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നില്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഈ പ്രശ്നം, ശബരിമലയുടെ പ്രശ്നം അവസാനിപ്പിക്കരുതോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയാം, ഞങ്ങളത് ചെയ്യും. എന്താണ് ചെയ്തോ? ചെയ്തില്ല. വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ? ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന് വേണ്ടി. തൃശൂർ പിടിച്ചതുപോലെ സുരേഷ് ഗോപിക്ക് NSS പിടിക്കാനാകില്ല എന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണിക്കാല് കുത്തിയിട്ടില്ലാത്തത്. അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. അവിടെ വന്നു ഞാൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഫെയർ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.